916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. ASPPWA ഞാറക്കൽ യൂണിറ്റ് വാർഷിക സമ്മേളനം എടവനക്കാട് വ്യാപാരി വ്യവസായി ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലെയും വെച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് ഞാറക്കൽ യൂണിറ്റ്. അടുത്ത ചിട്ടയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഞാറക്കൽ യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സംഘടന രൂപം കൊള്ളുമ്പോൾ 2011 ജനുവരി മാസത്തിലാണ് പറവൂർ മേഖല, പറവൂര്, വടക്കേക്കര, ഞാറക്കല് 3 യൂണിറ്റുകളുടെയും സംയുക്ത യോഗം 2011 ജനുവരി മാസത്തിൽ പറവൂര് വെച്ച് കൂടിയത്. അന്നൊക്കെ പങ്കെടുത്ത മണിസാറ്, തങ്കസാറ്, നമ്മുടെ നോക്കി സാറ് ഉൾപ്പെടെയുള്ള ഇരിക്കുന്നതിൽ പല അംഗങ്ങളും അന്ന് പറവൂര് വെച്ച് കൂടുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് AG മണി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി KG ഷാജി വാർഷിക റിപ്പോർട്ടും ഓഡിറ്റർ KA ദാസൻ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് T മോഹനൻ, പറവൂർ മേഖലാ പ്രസിഡന്റ് KK രാജൻ, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് MB ദിലീപ്, റിട്ടയർഡ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് OP തോമസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK കലേശൻ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി MA ജെയിംസ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് EM പുരുഷോത്തമൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് EK ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യൂണിറ്റ് അംഗങ്ങൾ ഗാനാമൃതം അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി PG മണി പ്രസിഡന്റ്, TK മണി, EK ശ്രീധരൻ വൈസ് പ്രസിഡന്റുമാർ, MA ജെയിംസ് സെക്രട്ടറി, മുഖേഷ് പയസ് ജോയിന്റ് സെക്രട്ടറിമാർ, അംബുജേഷൻ ഖജാൻജി, മോഹനൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, CT ജോബ്, രവീന്ദ്രൻ, സുഹൃദീൻ കമ്മിറ്റി അംഗങ്ങൾ, TS രവീന്ദ്രൻ, ദാസൻ, ഓഡിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, MK കലേശൻ വരണാധികാരി എന്നിവരെ തെരഞ്ഞെടുത്തു. കാരണം അവരൊക്കെ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അവരോടൊപ്പം നിന്ന് നമ്മുടെ ഐക്യദാർഢ്യം പുലർത്തി നമുക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങളും ഉടലെടുത്ത് അവരെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവിടെ എല്ലാ അംഗങ്ങൾക്കുമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒത്തുവെച്ച് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെ പറ്റി പറയുന്നത് ഷാജി എല്ലാവരും ഒത്തൊരുമിച്ച് ആർക്കും ഒരു വലിപ്പം ചെറുപ്പം ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. ആ ഇനിയും മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2024 കൊഴുപ്പള്ളി സഹകരണ സംഘം ജൂബിലി ഹാളിൽ വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷൻ വെൽഫെയർ അസോസിയേഷൻ ഞാറക്കൽ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് നിലവിലെ ഭരണസമിതിയെ തെരഞ്ഞെടുത്തത്. 2025 പ്രവർത്തന വർഷത്തിൽ ഈ ഭരണസമിതി 12 യൂണിറ്റ് യോഗങ്ങളും 2 എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗങ്ങളും നടത്തുകയുണ്ടായി. ഈ പ്രവർത്തന വർഷത്തെ ആദ്യ യൂണിറ്റ് യോഗം 4/1/2025 തീയതി എടവനക്കാട് വ്യാപാരി വ്യവസായി ഹാളിൽ വെച്ചാണ് നടത്തിയത്. അതോടൊപ്പം യൂണിറ്റ് വാർഷികവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും നടത്തുകയുണ്ടായി. 8/2/2025 തീയതി നടന്ന യൂണിറ്റ് യോഗം യൂണിറ്റ് അംഗം ശ്രീ PV ആനന്ദന്റെ വസതിയിൽ വെച്ചും 8/3 ഒരു കാര്യം നമ്മുടെ മിനിമിസ് ഒന്നും കാണിച്ചിട്ട് ഒരു കാര്യം അവർ തിരിഞ്ഞും കൂടി നോക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസമാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ആന്റിപ്ലാസ്റ്റിക് വേണ്ടിയത്. മിനിമിസിന്റെ കാര്യം പറഞ്ഞ് നമ്മള് ഒരു കാരണവശാലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾക്ക് ബോധമില്ലാതെ നമ്മളെ കഴിച്ചിട്ട് കിടക്കും. നമ്മുടെ വീട്ടുകാരെന്ത് ചെയ്യും? അതുകൊണ്ട് ലാസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ഈ വിവരം പറയുമ്പോഴാണ് നമ്മൾ അതിശയിക്കുന്നത്.
ഒരു നിഷേധ രൂപത്തിൽ പറഞ്ഞതിൽ എനിക്ക് അഭിപ്രായമില്ല. 10 പേര് 40 പേരായിരിക്കാം, അതൊരു നല്ല സംഖ്യ, ഒരു പാർട്ടിസിപ്പേഷനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇവിടെ മെഡിസിനെ പറ്റി പറഞ്ഞു, അത് ഗവൺമെന്റ് തീരുമാനിച്ചു. സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും നല്ല ജില്ലയിലെ ഏറ്റവും നല്ല യൂണിറ്റായി തെരഞ്ഞെടുപ്പ് ഒരു മത്സരം ഉണ്ടായിരുന്നപ്പോൾ അതിൽ 2ാം സ്ഥാനത്ത് വന്ന ഒരു ടീമാണ് നമ്മുടെ. അത് ഈ കമ്മിറ്റിയുടെ മാത്രം പ്രത്യേകത കൊണ്ടല്ല, ഈ യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും വിശദമായ സഹകരണ ലിമിറ്റഡ് അടിസ്ഥാനത്തിലാണ് നമുക്ക് നല്ലപോലെ പ്രവർത്തിക്കാൻ സാധിച്ചതും ഈ 2ാം സമ്മാനത്തിന് അർഹമായ സ്ഥാനം ലഭിക്കുവാൻ കഴിയായിരുന്നു. അപ്പൊ യൂണിറ്റ് അംഗങ്ങളുടെ പ്രവർത്തനമാണ് ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത് സഹായിക്കുന്നത്. കണക്കുകളെ സംബന്ധിച്ചിട്ട് അതിന്റെ പരിശോധന അവതരിപ്പിച്ച കണക്ക് അത് ശരിക്കും ട്രഷറർ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കണക്കാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് തിരുത്തലുള്ള നടപടി ആയി ഈ യോഗത്തിന് ഒരു നിർദ്ദേശം കൊടുക്കലും ആണ് എന്നാണ് എന്റെ വിദ്യാഭ്യാസം, എന്റെ അറിവ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കണം ഇനി. ബ്രൈറ്റ് ഗോൾഡ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ? 916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. 30 വർഷത്തെ വിശ്വസ്തത, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം. ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം. 916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. കഴിഞ്ഞ 30 വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ. 30 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ് പടിഞ്ഞാറേനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ. കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം.